അതത്രേ ഉള്ളൂ. അങ്ങനെ ഞാനും എംജിയും കൂടി പോകണം എങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മൾ ആരിസ്ക വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയല്ല അപ്പം ആരിസ്ഖാനെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞായിരുന്നു. ഞാനും എംജിയും കൂടി പോണ വഴിയാണത്. അങ്ങനെ ഞാനും എംജിയും കൂടി അങ്ങനെ ആരിസ്ഖാൻ്റെ വീട്ടിലെത്താണ് ഞാൻ പറഞ്ഞ ആരിസ്ക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പുഡിങ്ങും ഞാൻ മഞ്ഞ സാധനം ഉണ്ടല്ലോ, ഓഫ് മഞ്ഞ സാധനം എടുത്തു വേണം, ഒരു രക്ഷയില്ല, അടിപൊളി. ഇവിടെ പോയാലും എംജിൻ്റെ ഒരു കുസൃതി ഉണ്ടാവും. അതാണ് അപ്പോൾ ഫോണിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിലെത്തി. എന്തോ ചെയ്യുന്നുള്ള പ്ലാനാണ്. നല്ല കട്ട പോസ്റ്റാണ്. ആണെങ്കിൽ ക്ലാസ് പോലെയല്ലോ, നോക്കാം എന്തെങ്കിലും പ്ലാൻ കണ്ടെത്താൻ. ചർച്ച ചെയ്ത് നമ്മൾ ഷാൻ ബിഗ്ബോനെ വിളിച്ചു വരുത്തി. ഇങ്ങനെ ബോസ് താഴ്ത്തെത്തിയത് ഞാൻ പറഞ്ഞു ബോറടിച്ച് നിൽക്കുകയാണ്. കുറച്ച് കൊടുത്തിട്ടുണ്ട്, അവിടെ എത്തേണ്ടതാണ്. അങ്ങനെ ഒരു പണിയിലാണ് നമ്മൾ ഷാൻ ബിഗ്ബോനെ വിളിച്ചു വരുത്തിയത്. അവിടെ ഉണ്ട്. ഹേയ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി നേരെ പോയ സീസണിലേക്ക് 2 ലൈമായിട്ട് കുടിച്ച്. ലൈമൊക്കെ കുടിച്ച് ഞങ്ങൾ വന്ന് നേരെ സുധീഷിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെയാണ് ഇയാൾ ഞാൻ പുറത്തേക്ക് എടുക്കുക ഒരു സാധനം വാങ്ങി. സാധനം എന്താണെന്നല്ലേ, ഉണക്കൽ മീൻ വാങ്ങാൻ പോവാണ്. ഉണക്കൽ മീനും മുട്ടയും. മുട്ട കിട്ടും, പക്ഷെ ഉണക്കൽ മീൻ കിട്ടുമെന്നാണ്. ഇങ്ങനെ തുറക്കാന്നറിയില്ല. അയ്യോ, അങ്ങനെയുള്ള നോക്കിയിട്ട് ഉണക്കമീൻ കിട്ടി. അങ്ങനെ മുട്ടയും വാങ്ങി ബില്ലാക്കി ഞങ്ങൾ നേരെ മാളിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ട്. ആ ഗേറ്റ് തുറക്കാനുള്ള കഷ്ടപ്പെട്ടാണ് ഈ കാണുന്നത്. ചെറുതായിട്ടൊരു പണി പാളി, കഞ്ഞി അടിയെ പിടിച്ച്. അതിനൊരു സങ്കടത്ത് വന്നിട്ടാണ് ചേച്ചി ഇവിടെ വന്ന് എന്തൊക്കെയോ ഞങ്ങൾ ചീത്ത അറിയണത്. ഇതൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് തന്നെ അടുത്ത അരിയിലുള്ള പ്ലാന്റ്. ഇന്നത്തെ തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.